ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിലെ ഇന്നത്തെ ടോപ്പിക്കാണ് ഓക്സിഡേഷൻ ഓഫ് അറീൻസ്. സോ ബിഫോർ ഗോയിങ് ഇൻ ടു ഓക്സിഡേഷൻ ഓഫ് അറീൻസ്, ലെറ്റ് us know about what is ഓക്സിഡേഷൻ. അതായത് ഒരു ആറ്റം, മോളിക്യൂൾ അല്ലെങ്കിൽ അയോണിലേക്ക് ഓക്സിജനെയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റിനെയോ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ഓക്സിഡേഷൻ എന്ന് പറയുന്നു. ഓർ നമുക്ക് പറയാം, ആറ്റം, മോളിക്യൂൾ, അയോണിൽ നിന്നും ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള ഒരു എലമെൻറ്റിനെയോ അല്ലെങ്കിൽ ഹൈഡ്രജനെയോ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് ഓക്സിഡേഷൻ എന്ന് പറയാം. ഇവിടെ ഓക്സിഡേഷൻ ഓഫ് അറീൻസിലെ എ പാർട്ട് കാറ്റാലിറ്റിക് ഓക്സിഡേഷൻ. നോർമലി നമ്മൾ ഒരു ആറ്റത്തിനെ അല്ലെങ്കിൽ മോളിക്യൂളിനെയൊക്കെ ഓക്സിഡേഷൻ നടത്തുക KMnO4, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഒക്കെ വെച്ചിട്ടാണ്. അതായത് അസിഡിഫൈഡ് KMnO4, അസിഡിഫൈഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓക്സിഡൈസ് ചെയ്തെടുക്കാം. പക്ഷേ ബെൻസീൻ്റെ കേസിൽ ഇത് പോസിബിൾ അല്ല. ബെൻസീൻ ഇത്തരം ഓക്സിഡൈസിങ് ഏജൻസിൻ്റെ അടുത്ത് ഹൈലി റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്കിതിനെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ബെൻസീനെ നമ്മൾ ഇവിടെ റിയാക്ഷൻ നടത്തുന്നത് 500 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റഡ് ആയിട്ടുള്ള വനേഡിയം പെൻറ്റോക്സൈഡിൻ്റെ മുകളിൽ കൂടെ നമ്മൾ 4.5 മോളിക്യൂൾ ഓഫ് ഓക്സിജനെ പാസ് ചെയ്തിട്ട് അവിടെ 2 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും 1 മോളിക്യൂൾ ഓഫ് വാട്ടറും റിമൂവ് ചെയ്തിട്ട് നമുക്ക് മാലിക് ആസിഡായിട്ട് കിട്ടുന്നു. ഈ കിട്ടുന്ന മാലിക് ആസിഡിൽ നിന്നും വാട്ടറിനെ 1 മോളിക്യൂൾ ഓഫ് വാട്ടർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് മാലിക് അൻഹൈഡ്രൈഡിന് കിട്ടുന്ന പ്രോസസ്സിനെ നമുക്ക് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് ബെൻസീൻ എന്ന് പറയാം. സെക്കൻഡ് വൺ ആണ് കമ്പഷൻ. കമ്പഷനിൽ നമ്മൾ എടുക്കുന്നത് ബെൻസീനെ തന്നെയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ഓക്സിഡേഷൻ ഓഫ് അറീൻസ്. അതുകൊണ്ട് ഇവിടെ ബെൻസീനെയാണ് എടുക്കുന്നത്. ബെൻസീനെ നമ്മൾ 7.5 മോളിക്യൂൾ ഓഫ് ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊരു ബേണിംഗ് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഇതിനെ കമ്പഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ കമ്പഷൻ നടന്നിട്ട് നമുക്കവിടെ 6 മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും 3 മോളിക്യൂൾ ഓഫ് വാട്ടറും പ്രോഡക്റ്റായിട്ട് കിട്ടുന്നു. തേർഡ് പാർട്ടാണ് ഓക്സിഡേഷൻ ഓഫ് ദ സൈഡ് ചെയിൻ ഇൻ അറീൻസ്. അതായത് അറീൻ എന്ന് പറയുന്നത് ബെൻസീൻ റിംഗ് ആണ് അല്ലേ? ഒരുപാട് അറീൻസിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ അറീൻസ് എന്നെടുക്കുന്നത് നമ്മൾ ബെൻസീനെയാണ്. ബെൻസീൻ്റെ സൈഡ് ചെയിൻ എന്ന് പറയുന്നത് ഏത് സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണോ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ വന്ന് അറ്റാച്ച്ഡ് ആയത് അതാണ് നമ്മളുടെ സൈഡ് ചെയിൻ ഇൻ അറീൻസ്. അപ്പോൾ ഇവിടെ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ റിയാക്ഷൻ നടക്കുന്നില്ല. ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂൻ്റ് അതായത് സൈഡ് ചെയിൻ്റെ മുകളിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ ഇവിടെ നടക്കുന്നത് ടോളിൻ്റെ മോളാണ്. സോ ഓക്സിഡേഷൻ ഓഫ് ദ സൈഡ് ചെയിൻ ഇൻ അറീൻസിൽ ഫസ്റ്റ് റിയാക്ഷൻ ടോളിൻ്റെ റിയാക്ഷനാണ്. ടോളിൻ്റെ നമ്മൾ ബെൻസീൻ റിങ്ങിൽ ഇവിടെ റിയാക്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സൈഡ് ചെയിൻ്റെ മോളാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. സൈഡ് ചെയിൻ്റെ മോളാകുന്ന സമയത്ത് നമുക്ക് KMnO4 പ്രിഫർ ചെയ്യാം. സോ അങ്ങനെ പ്രിഫർ ചെയ്യുന്ന സമയത്ത് അവിടെ ഓക്സിഡേഷൻ നടന്നിട്ട് നമുക്ക് ബെൻസോയിക് ആസിഡ് കിട്ടുന്നു. ഇതൊരു ഹീറ്റിംഗ് റിയാക്ഷനാണ്. ഇവിടെ ടോളിനിൽ നിന്നും ബെൻസോയിക് ആസിഡായിട്ട് മാറുന്ന സമയത്ത് പ്രോഡക്റ്റായിട്ടുള്ള ബെൻസോയിക് ആസിഡിൽ നിങ്ങൾക്ക് ഓക്സിജനെ കാണാൻ പറ്റും. ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഓക്സിഡേഷനിൽ നമുക്കിവിടെ അഡിഷൻ ഓഫ് ഓക്സിജൻ നമുക്കിവിടെ കാണാൻ പറ്റും. ബിക്കോസ് ദി പ്രോഡക്റ്റ് ഈസ് ബെൻസോയിക് ആസിഡ്, ബെൻസീൻ റിംഗ് വിത്ത് COOH. രണ്ടാമത്തത് ഐസോപ്രൊപ്പൈൽ ബെൻസീനെയാണ് നമ്മൾ ബെൻസോയിക് ആസിഡാക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെയും ഓക്സിഡേഷന് സെയിം കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹീറ്റിംഗ് കണ്ടീഷനാണ് യൂസ് ചെയ്യുന്ന. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് KMnO4 ആണ്. അങ്ങനെ നമുക്കിവിടെയും പ്രൊഡക്റ്റായിട്ട് ബെൻസോയിക് ആസിഡിനെ കിട്ടുന്നു. തേർഡ് വൺ എന്താണ്? ഓർത്തോക്സൈലീനെയാണ്. ഓർത്തോക്സൈലീനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം ഏജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഹീറ്റിംഗ് കണ്ടീഷനാണ്. അങ്ങനെ നമുക്ക് ഫതാലിക് ആസിഡ് കിട്ടുന്നു. അടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടെറിഷ്യറി ബ്യൂട്ടൈൽ ബെൻസീൻ. ടെറിഷ്യറി ബ്യൂട്ടൈൽ ബെൻസീൻ KMnO4 ഹീറ്റിംഗ് കണ്ടീഷനിൽ റിയാക്ഷനായിട്ട് നടക്കുന്ന സമയത്ത് നമുക്കിവിടെ നോ റിയാക്ഷനാണ് കാട്ടുന്നത്. അതിന് കാരണം ഈ ടെറിഷ്യറി ബ്യൂട്ടൈൽ ബെൻസീനിൽ എന്തില്ല? ഒരു ബെൻസിലിക് ഹൈഡ്രജൻ ഇല്ല. ബെൻസിലിക് ഹൈഡ്രജൻ ഇല്ലാത്ത കേസിൽ നമുക്കൊരിക്കലും അവിടെ റിയാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. ബെൻസിലിക് ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ടിൽ മാത്രമേ നമുക്ക് റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് പ്രോഡക്റ്റ് കിട്ടൂ. ഇവിടെ ടെറിഷ്യറി ബ്യൂട്ടൈൽ ബെൻസീൻ്റെ കേസിൽ
ഒരു പ്രോപ്പർ ബെൻസിലിക് ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട് ദിസ് ഈസ് നോ റിയാക്ഷൻ. അടുത്തത് ഈറ്റാഡ് റിയാക്ഷൻ ആണ്. ഈറ്റാഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ വിത്ത് ക്രോമൈൽ ക്ലോറൈഡ് ആണ്. അതായത് നമ്മുടെ ആരോമാറ്റിക് കോമ്പൗണ്ട് ഈസ് റിയാക്ടിങ് വിത്ത് ക്രോമൈൽ ക്ലോറൈഡ് ആണ്. ഇവിടെ അതിന് നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ടോളിനെയാണ്. ടോളിൻ ക്രോമൈൽ ക്ലോറൈഡും ഇൻ സി സി എൽ ഫോറിലുള്ള കോമ്പൗണ്ടുമായിട്ട് റിയാക്ഷൻ നടക്കുന്നു. അതായത് ക്രോമൈൽ ക്ലോറൈഡും സി സി എല്ലും കൂടിയിട്ടുള്ള കോമ്പൗണ്ടായിട്ട് റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ബ്രൗൺ കോംപ്ലക്സ് കിട്ടുന്നു. ബ്രൗൺ കോംപ്ലക്സിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ക്രോമൈൽ ക്ലോറൈഡ് ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിനെ നമ്മൾ വീണ്ടും അവിടുന്ന് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ബെൻസാൽഡിഹൈഡ് കിട്ടുന്നു. ഇതാണ് ഈറ്റാഡ് റിയാക്ഷനുള്ള ഓക്സിഡേഷൻ. അടുത്തത് നമുക്ക് ഓർത്തോക്സൈലീനെ കാണാൻ പറ്റുന്നുണ്ട്. ഓർത്തോക്സൈലീനിലും സെയിം റിയാക്ഷൻ കണ്ടീഷനാണ്. അങ്ങനെ നമുക്ക് ഓർത്തോ ടോളു ആൽഡിഹൈഡ് കിട്ടുന്നു. ഈറ്റാഡ് റിയാക്ഷനിൽ നമുക്ക് ക്രോമൈൽ ക്ലോറൈഡ് അല്ലാത്ത കോമ്പൗണ്ട്സിനെയും യൂസ് ചെയ്യാൻ പറ്റും. കാർബൺ ഡൈ സൾഫൈഡിനെ യൂസ് ചെയ്യാം, CHCl3നെയൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ആ റിയാക്ഷനെ കൊണ്ടുപോകാൻ പറ്റും. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ വരുന്ന ഏരിയ ആണ്.